അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. അപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സോൾവിങ് LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ സോൾവ് മാക്സിമം z equal to 2x1 plus 5x2 solved by dynamic programming problem. Then maximum z equal to 2x1 plus 5x2 subject to the constraints 2x1 plus x2 less than or equal to 430, 2x2 less than or equal to 460 and x1 x2 greater than or equal to 0. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ സോൾവ് ചെയ്യുമ്പോൾ നമ്മളിവിടെ അതിൻ്റെ സ്റ്റേജസ് ആൻഡ് സ്റ്റേറ്റ്സ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. നമുക്കിവിടെ 2 ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ 2 കൺസ്ട്രെയിൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഈക്വൽ ടു 2 നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആണ് സ്റ്റേറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. നമുക്കിവിടെ വേരിയബിൾസ് x1 ആൻഡ് x2 ആണുള്ളത്. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത് x1 ആൻഡ് x2 നമ്പർ ഓഫ് വേരിയബിൾസ്. ഇവിടെ നമുക്ക് 2 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്ന പ്രോബ്ലം ഒരു 2 സ്റ്റേജ് പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ 3 സ്റ്റേജ് വരും. അപ്പോൾ നമ്മൾ അത്രയും സ്റ്റേജസിലാണ് അത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്റ്റേജസിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് ആണ്. റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഇനിക്വാലിറ്റീൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് നമ്മുടെ റിസോഴ്സസ്. നമ്മളത് B എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. B1 B2 B3 എക്സെട്ര. അപ്പോൾ ഇവിടെ B1 എന്ന് പറയുന്നത് 430 ആൻഡ് B2 ഈസ് ഈക്വൽ ടു 460 ആണ് നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് 430. ഇപ്പോൾ B1 നമ്മൾ 430 എടുത്തു, B2 468 എടുത്തു. ദെൻ ഇനി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് F1 B1 B2 F1 B1 B2. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ x1ൻ്റെ കോഎഫിഷ്യൻസ് ആണ് എടുക്കുക. x1 വേരിയബിൾ ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ F1 B1 B2 ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇക്വേഷനിൽ തന്നിട്ടുള്ളത് 2x1ൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ 2x1 ആണ്. അപ്പോൾ F1 ഓഫ് B1 B2 ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് 2x1 ഹിയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. എക്സിൻ്റെ ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് B കാൽക്കുലേറ്റ് ചെയ്യണം. ടു കാൽക്കുലേറ്റ് B കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണിത്. മിനിമം ഓഫ് B1 ബൈ CX1 B2 ബൈ CX1. ഇപ്പോൾ ഇവിടെ B1 B2 എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞു നമ്മുടെ റിസോഴ്സസ് ആണ്. 2 കൺസ്ട്രെയിൻസിൽ വരുന്ന റിസോഴ്സസ് ആണ്. അപ്പോൾ താഴെ വരുന്ന CX1 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇൻ 2 ഇക്വേഷൻസ്. നമുക്ക് 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിൻറ്റിലെ റിസോഴ്സ് ആൻഡ് x1 കോഎഫിഷ്യൻ്റ്. ദെൻ സെക്കൻഡ് ഇക്വേഷനിലെ റിസോഴ്സ് ആൻഡ് x1ൻ്റെ കോഎഫിഷ്യൻ്റ്. ഇത് രണ്ടും സെയിം അല്ല. ഒന്ന് ഫസ്റ്റ് ഇക്വേഷനിലെ x1ൻ്റെ കോഎഫിഷ്യൻറ്റും സെക്കൻഡ് വൺ B2 എന്നുള്ള റിസോഴ്സ് വരുന്നത്, അതായത് സെക്കൻഡ് ഇക്വേഷനിലെ x1ൻ്റെ കോഎഫിഷ്യൻറ്റുമാണ്. അപ്പോൾ നമുക്ക് മിനിമം ഓഫ് ഇവിടെ B1 430 ആണ്. 430 ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് x1 ഇൻ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ 430 ഡിവൈഡഡ് ബൈ 2 വരും. 430 ഡിവൈഡ് ബൈ 2. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ B2. സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് റിസോഴ്സ് എന്ന് പറയുന്നത് 460. B2 നമ്മൾ എഴുതി. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് x1. ഇവിടെ x1 ഇല്ല, നമുക്ക് വേരിയബിൾ x2 മാത്രമേ ഉള്ളൂ സെക്കൻഡ് കൺസ്ട്രെയിനിൽ. അതുകൊണ്ട് നമുക്ക് അത് 0 എന്ന് എഴുതാം. കൺസ്ട്രെയിൻ്റ് ഇല്ല, x1 വേരിയബിൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് x1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ ഇതിൻ്റെ മിനിമം വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 430 ബൈ 2 എന്നുള്ളത് 215 വരും. മിനിമം ഓഫ് 215 ആൻഡ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് B ഈസ് ഈക്വൽ ടു ബീൻ്റെ വാല്യൂ 215 കിട്ടും. 215. അപ്പോൾ F1 ഓഫ് B1 B2 ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് 2x1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 215. B വാല്യൂ നമുക്ക് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആണ് റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ബീൻ്റെ വാല്യൂ കിട്ടി 250. ദെൻ ഇനി നമുക്ക് x1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടു കാൽക്കുലേറ്റ് x2 നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്
2x1 plus x2 equal to 430 ആണ്. ഫസ്റ്റ് കൺസ്ട്രെയിൻ 2x1 plus x2 is less than or equal to 430 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് x1 കാണുമ്പോൾ ഇതായിരിക്കും x1 less than or equal to 430 മൈനസ് ഈ x2 ഇപ്പുറത്തോട്ട് പോകും, x2 ഡിവൈഡ് ബൈ 2 വരും, ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ 430 മൈനസ് x2 ഡിവൈഡ് ബൈ 2. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ എലിമിനേറ്റ് ചെയ്യും, 0 എന്നുള്ള വാല്യൂ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ x1 ഈക്വൽ ടു മിനിമം ഓഫ് x1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യലിൽ നമുക്ക് എങ്ങനെയാണ് മിനിമം ഓഫ് 430 മൈനസ് x2 ബൈ 2, അതിൻ്റെ മിനിമം. ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ ആ 0 വാല്യൂ എലിമിനേറ്റ് ചെയ്യുന്നു. ദെൻ x1 ഈക്വൽ ടു മിനിമം ഓഫ് 430 മൈനസ് x2 ഡിവൈഡ് ബൈ 2, ആ 0 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ x1ൻ്റെ വാല്യൂ കിട്ടി. ദെൻ സ്റ്റേജ് 2ൽ നമ്മൾ F2 B1 B2 ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് 2x1 പ്ലസ് 5x2, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ഇക്വേഷൻ. ദെൻ ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b, നമ്മുടെ x2ൻ്റെ ഇക്വേഷനാണ്, x2ൻ്റെ റേഞ്ചാണ് കാണുന്നത്. ദെൻ മാക്സിമം ഓഫ് 5x2, നമ്മൾ 2x1 ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ, 2x1 എന്നുള്ളത് നേരത്തെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഇവിടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 5x2 ആദ്യം എഴുതി, പ്ലസ് 2 ഇൻറ്റു x1 വാല്യൂ, നമ്മളിവിടെ കണ്ട x1 വാല്യൂ മിനിമം ഓഫ് 430 മൈനസ് x2 ഡിവൈഡ് ബൈ 2, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. അപ്പോൾ ആ x1ൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇതിൻ്റെ x2 റേഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ x1ന് പകരം നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ടു കാൽക്കുലേറ്റ് b4x2, നമുക്ക് x2ൽ b കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ b ഈസ് ഈക്വൽ ടു നേരത്തെ അതേ ഇക്വേഷൻ മിനിമം ഓഫ് b1 ബൈ cx2 b2 ബൈ cx2. അപ്പോൾ b1 നമുക്ക് 430യും b2 460 ആണ് കിട്ടുന്നത്. cx1 ആൻഡ് cx2 കോഎഫിഷ്യൻ്റ് ഓഫ് x1 ഇൻ ഫസ്റ്റ് ഇക്വേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് x2 ഇൻ ഫസ്റ്റ് ഇക്വേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് x2 ഇൻ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ x2ൻ്റെ കോഎഫിഷ്യൻ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 1, അപ്പോൾ 430 ഡിവൈഡ് ബൈ 1 വരും, സെക്കൻഡ് ഇക്വേഷനിൽ 2, 460 ഡിവൈഡ് ബൈ 2 വരും. അപ്പോൾ 430 മിനിമം ഓഫ് 430 ഡിവൈഡ് ബൈ 1, 460 ഡിവൈഡ് ബൈ 2, മിനിമം ഓഫ് 430, 230. ഇപ്പോൾ നമുക്ക് വാല്യൂ വരുന്നത്, മിനിമം വാല്യൂ എന്ന് പറയുന്നത് 230 ആണ്. അപ്പോൾ b വാല്യൂ കിട്ടി, b വാല്യൂ ഈക്വൽ ടു 230. ദെൻ F2 ഓഫ് B1 B2 ഈക്വൽ ടു മാക്സിമം ഓഫ് 5x2 പ്ലസ് 2 ഇൻറ്റു മിനിമം ഓഫ് 430 മൈനസ് x2 ബൈ 2. ദെൻ ഹിയർ നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 230 കിട്ടി. ദെൻ നമ്മുടെ x1ൻ്റെ ഇക്വേഷൻ എടുക്കുക. x1ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് 430 മൈനസ് x2 ഡിവൈഡ് ബൈ 2. നമുക്കിവിടെ x2ൻ്റെ റേഞ്ച് കിട്ടി, അപ്പോൾ ആ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഡിവൈഡ് ബൈ 2. അപ്പോൾ മിനിമം ഓഫ് 430 മൈനസ്, ഇവിടെ x2ൻ്റെ വാല്യൂ 0 to 230, അപ്പോൾ നമ്മൾ ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 430 മൈനസ് 0 ബൈ 2 വെൻ x ഈസ് ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് 430 മൈനസ് ഇതിൻ്റെ ഹയസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 230 ആണ്. 430 മൈനസ് 230 ബൈ 2, ഹിയർ x2 ഈസ് ഈക്വൽ ടു 230. അപ്പോൾ അതിൻ്റെ വാല്യൂ മിനിമം ഓഫ് നമുക്ക് ഈ വാല്യൂ 215 കിട്ടും. ദെൻ ഇത് സോൾവ് ചെയ്താൽ 100 കിട്ടും. വെൻ x2 ഈക്വൽ ടു 0, വാല്യൂ ഈസ് ഈക്വൽ ടു 215. ദെൻ x2 230 ആയാൽ നമുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു 100 കിട്ടും. അപ്പോൾ x1 ഈക്വൽ ടു 100. അപ്പോൾ x1 വാല്യൂ 100 ആകുമ്പം x2 വാല്യൂ എന്തായിരിക്കും, 230 ആയിരിക്കും. x1 വാല്യൂ 100 ആകുമ്പോൾ x2 വാല്യൂ നമുക്ക് ഇതിൽ മിനിമം വാല്യൂ, അതായത് ഇതിൽ മിനിമം വാല്യൂ 215 ആൻഡ് 100 ആണ്. അപ്പോൾ നമ്മൾ x1ന് കിട്ടുന്ന വാല്യൂ 100 ആയിരിക്കും. x1 ഈക്വൽ ടു 100 ആയിരിക്കും കിട്ടും. അപ്പോൾ x1 ഈക്വൽ ടു 100 എന്ന് പറയുന്നത് x2 ഈക്വൽ ടു 230ലാണ്. അപ്പോൾ x1 ഈക്വൽ ടു 100 ഇംപ്ലൈസ് x2 ഈക്വൽ ടു 230. നമുക്കിവിടെ മിനിമം വാല്യൂ 215 ആൻഡ് 100, അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. സോ x1 വാല്യൂ ഈസ് ഈക്വൽ ടു 100. ദെൻ x2, അപ്പോൾ x1 വാല്യൂ 100 ആവുന്ന സമയത്ത് x2 വാല്യൂ എന്ന് പറയുന്നത് 230 ആണ്.
അപ്പോൾ നമുക്ക് x1 വാല്യൂ കിട്ടി, x2 വാല്യൂ കിട്ടി. ദെൻ നമ്മുടെ മാക്സിമൈസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദർഫോർ മാക്സിമം z ഈക്വൽ ടു 2x1 പ്ലസ് 5x2, x1 x2 വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1350 ആണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് മാക്സിമം വാല്യൂസ് സെഡിൻ്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത്.